രാധേ, എന്ത് രസിച്ചയാളുടെ പാട്ട്. നേരമില്ലാത്ത നേരത്തെ പാട്ട്. പാട്ട് കേട്ട പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത മാതിരിയാ. രാമകൃഷ്ണ, ആ ഇടതുഭാഗം ഒരു 2 ഇഞ്ച് കൂടി പോകട്ടെ. കെട്ടിക്കോ. അപ്പോഴേ പരമേശ്വരനാരെ, ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന ചരിത്രമുണ്ടോ? അതില്ല. പക്ഷേ അത് പിന്നെ തങ്കപ്പന്നാര് പറയുന്നത്. എനിക്ക് തങ്കപ്പന്നാര് പറഞ്ഞ കാര്യം കേൾക്കണ്ട. ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പന്നാരല്ല, മാധവമെന്ന. എന്താ എന്നെ രാവിലെ ചൂട്? പിന്നല്ലാണ്ട് ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാ. എന്നാലും തങ്കപ്പന്നാര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇവർക്കൊക്കെ വില. കഴിഞ്ഞ തവണ തങ്കപ്പന്നാര് നടത്തിയ ഉത്സവം ഗംഭീരായിരുന്നേ. ഇത് അതിലും ഗംഭീരാവും കല്യാണമേ. പത്മിനി, വീട്ടിലേക്ക് പോകണോ? കാണാം. എന്താ പത്മിനി, കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ. പത്മിനിക്ക് തടിയത്തിന് കൂടുണ്ട് എന്ന് ചാപ്പയ്ക്കൊന്നുമില്ല കേട്ടോ. ചന്ദ്രനായുടെ വിവരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, കത്തും ഡ്രാഫ്റ്റൊക്കെ മുടങ്ങാതുണ്ട്. ഈ മാസം വരേണ്ടതാ. അറബിക്ക് ചന്ദ്രന് ജീവനാ. വിടുന്നില്ല അത്രേ. വന്നാ പിന്നെ തിരിച്ചു പോവില്ല. അവസാനിപ്പിച്ചു പോരുക. അത് നന്നായി. എത്ര കാലാ പത്മിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? കോലൊത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതല്ലോ ജീവിതം. കൊല്ലഞ്ചട്ടായില്ലേ, ആവശ്യത്തിലുള്ള വകയുണ്ടാക്കിയില്ലേ. ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കാം. എന്തേ ഇപ്പല്ലാണ്ടിന് വയസ്സായിട്ടാ? പോവാൻ പറ്റച്ചേ. പെടക്കലടി പെണ്ണേ, എനിക്കൊരു പേരുണ്ട്. കുറുമ്പത്തിൽ കൂടേണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? ഇല്ല, SSLC കഴിഞ്ഞു നിൽക്കുക. തോറ്റോടി? ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അവൾക്ക്. എന്നിട്ടെന്താ തുറന്നു പഠിപ്പിക്കാൻ? പത്മിനി, നീ ചെയ്യണൊരു പുണ്യകർമ്മ. പഠിച്ച് നന്നായി നല്ലൊരു വഴി ആവണമെങ്കിൽ ആവട്ടെ. അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. പഠിപ്പിക്കണം. എന്താ പഠിക്കാനൊക്കെ ഇഷ്ടല്ലേ? അവൾക്ക് ഇഷ്ടാ. പക്ഷെ ദിവാരം പറയണത് ഇനി പഠിപ്പിക്കണ്ടെന്നാ. ഓ, അവനെ പോലൊരു കഴുത. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ലാന്ന്. അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പത്യം. പപ്പച്ച് പറഞ്ഞുണ്ടോ? ഞാൻ പോണു. ചോറ് എല്ലിന്റെ ഇടയിൽ കുത്തി തുടങ്ങി. നിക്കടി, ഞാനും വരുന്നു. പോട്ടെ, ചെന്നിട്ട് വേണം. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ. എന്താ? ഈ പത്നി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? ദാ കണ്ടില്ലേ, ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ. വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ. ഭാനുമതി, സംഭാവന എന്താണെന്ന് വെച്ചാൽ തന്നോളെന്നെങ്കിൽ സംസാരിക്കേ. നിനക്ക് പറയട്ടെ. ഭാനുമതി പോയി തൊഴുതിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണെന്തോ കണ്ട നമ്മുടെ പയ്യന് പിന്നെ അമ്പലവും വേണ്ട, ഉത്സവവും വേണ്ട. എന്താ എല്ലാവരും ചിരിക്കണേ? പെരുവ് മോശ. അതിന് ചിരിക്കാ ചെയ്യാ. ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് ബാലേ വേണം. കഴിഞ്ഞ തവണ തങ്കപ്പന്നാര് നടത്തിയ ഈ തങ്കപ്പന്നാരുടെ പേര് മാത്രം പറയരുത്. നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നല്ല ട്രൂപ്പാണെന്ന് മാത്രം. നമ്മുടെ ക്ലബ്ബുകാര് പിള്ളേര്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക? നമ്മുടെ നാട്ടിലും കല വളരട്ടെ. ഈ കല വളർത്തുന്നവർ ആരൊക്കെയാ? ചായക്കടക്കാരൻ ശങ്കരൻ നായരുടെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ചെക്കൻ, ചത്തുപോയ രാമൻകുട്ടിമാരായുടെ ഇളയ മോൻ, തട്ടാൻ കോവുന്നന്റെ മോള്, പിന്നെ നമ്മുടെ ചെത്തുകാരൻ രാജപ്പൻ. ഈ ചെത്തുകാരൻ രാജപ്പനൊക്കെ പാടിയ എത്രത്തോളം പാടും. എന്തായിട്ട് തിരിച്ചു പറഞ്ഞേ? ഒന്നുമില്ല. നിന്നെ കരവലയത്തിൽ ഒതുക്കുവാൻ ഒന്ന് ചുംബിക്കൂ. എന്താടി എന്നെ കണ്ട അയക്ക് എന്ത് സൂക്കേടാ? അപ്പൊ തുടങ്ങും ഒരു ചരിഞ്ഞ പാട്ട്. വിശ്വാസം. രാജിക്ക് അടുക്കളയിൽ പണിയുണ്ട് കുട്ടി. എന്ത് കഷ്ടായത്? ഞാനുണ്ടാക്കാം. അവനെ രാജി കുളിപ്പിച്ചാൽ മതിയെന്ന്. മണിക്കുട്ടിന്റെ അമ്മയുടെ മോനോ രാജിയുടെ മോനോ? രാജിയുടെ മോൻ. നീ എന്റെ അടുത്ത് വരും, നോക്കിക്കോ. പത്മിനി, പത്മിനി, അമ്മേ, കോലത്തമ്മ. എന്തേ? ഞാൻ അടുക്കളയിലായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ലത അയച്ചിരുന്നു. രാവിലെ ഒന്ന് തൊഴാൻ പോയി. എന്താ അന്വേഷിച്ചത്? ആ പെണ്ണില്ലേ ഇവിടെ, രാധ. ഉവ്, കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കിലാ അവള്. എന്തേ? പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തടമര വരാൻ പറയണം. ഓ, അവിടെ പറഞ്ഞ ആ തള്ള വന്നില്ല എന്ന്. ഞാനും ലതയും കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു. മുറ്റം അടിച്ചിട്ടില്ല. പത്മിനി, ആ പെണ്ണിനോടൊന്ന് പറയോ? അതിനെന്താ, അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി. അത് സാരമില്ല. അയ്യോ, പതുക്കെ. രാധേ, നിന്നോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി.
എന്തിനാ? ഇന്ന് ആ തള്ള വന്നില്ല അത്രേ. അവരുടെ മുറ്റം ഒന്ന് അടിച്ചു കൊടുക്കണമെന്ന്. എനിക്ക് പറ്റില്ല. അവരുടെ മുറ്റം അടിച്ചു കൊടുക്കാൻ ഞാനാരാ? അവര് വലിയ കാര്യത്തിയോ? വലിയ തമ്പുരാട്ടിമാര്. പ്രായമായ സ്ത്രീയല്ലേടി. പണിയെടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന്. അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ. മുറ്റടിച്ചാലേ വളയൊന്നും ഓടിപ്പോവില്ല തമ്പുരാട്ടിമാർക്ക്. ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ? ലോകത്തുള്ള സകലയെ പഠിപ്പിക്കാം. എന്നെ പഠിപ്പിച്ച കുറച്ചില്. ഞാനെന്താ കാശ് കൊടുക്കില്ലേ? അല്ലെങ്കിൽ പഠിപ്പിച്ച പഠിക്കില്ലേ? തമ്പുരാട്ടിയായിട്ട് ജനിച്ചില്ല. വലിയ പണക്കാരുത്തിയല്ല. അല്ലാണ്ട് എനിക്ക് എന്തോ ഒരു കുറവ്. എന്തൊക്കെയായാലും അവരുടെ മോളക്കാൾ നല്ലത് എന്റെ ശബ്ദം. അതെങ്ങനെ നന്നാവുക? അവരല്ലേ പഠിപ്പിക്കണേ. ബേ 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 എന്ന് പാടുന്ന കേട്ടാ മതി. ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല. അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ ദിവാരം സമ്മതിക്കോ? നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാൻ ഇവനോട് ചോദിച്ചതല്ലേ. അത് അങ്ങനെ ഒരു പോത്ത്. നല്ലതൊന്നും പിടിക്കില്ലല്ലോ. അമ്പലത്തിൽ വെച്ച് ആ പഞ്ചാരമേനം പറഞ്ഞ ശരിയാ. അട്ടയ്ക്ക് പൊട്ടക്കോളെ പിടിക്കൂ. ദിവാരം കേൾക്കണ്ട. കേട്ടപ്പോ എന്നെ അങ്ങോട്ട് വീഴുമോ? പിന്നെ അതൊക്കെ പോട്ടെ, നീ ചെന്ന് അടിച്ചു വരി കൊടുക്ക്. പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടോ. ഒന്നുമല്ലേ നമ്മൾ 5 കൊല്ലമായിട്ട് ഈ വീട്ടിലേ താമസിക്കുന്നത്. അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട്. പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും തുണി തീരുമാനം രാധേ വേണം. എന്നാ വീട്ടിൽ കയറി ആയിത്തം, അവിടെ അമ്പലത്തിൽ കയറി ആയിത്തം കണ്ടാ ഒന്നും ശരിക്കും ഓടിയില്ല. ലോകത്തൊരിടത്ത് ഞാൻ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. വെറുതെയാണോ മുടിഞ്ഞു കിടക്കണേ? ആ ഇന്ന് അമ്മയായിട്ടാ സ്കൂളിൽ കൊണ്ടുപോണത്. അപ്പൊ രാജിയോ? രാജിക്ക് ഇന്ന് കുറച്ച് ജോലിയുണ്ട്. രാധേ ആ ചൂലൊന്ന് മാറ്റിപ്പിടിച്ചോളൂ. അമ്മ ഇറങ്ങിയായി. ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട്. കുട്ടികളെ ഇറങ്ങേറ്റാ. ലത പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കൂടെ പോന്നോളൂ. കാണാം. പോകാം. 8 മണിയാകുമ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിയും. പിന്നെ കഥകളിയാ. അതൊന്നും കാണാൻ നിൽക്കില്ല. ഉടനെ പോരും. 8 മണിയായാലും 10 മണിയായാലും ദിവാരനോട് ചോദിച്ചിട്ട് പോയാൽ മതി. എനിക്ക് വയ്യ അവന്റെ മുഞ്ഞിയും മൂറും കാണാൻ. അതിനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ആ അതെനിക്കെങ്ങനെ അറിയാം? എന്റെ ഒരു തലവെടി. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുയമ്പെന്ന് മുടക്കും ഞാൻ. തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുയമ്പെന്ന് മുടക്കും ഞാൻ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനി അഭിനയിക്കും പ്രേമ നാടകമോ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. അകന്നു നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്ക നിലാവേ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. വേണ്ടാതിനെ കൊല്ലുന്നില്ല ഞാൻ. അവിടെ നിൽക്കാൻ ഊരിത്താൻ കേട്ടാ പെണ്ണ്. ദിവാരേട്ടാ, ദിവാരേട്ടാ, അമ്മായിയേ, ആരാടി അത്? തട്ടുമ്മേ, പൂച്ച പൂച്ച. ഓ കൊച്ചമ്പ്രാട്ടി ആയിരുന്നോ? ആരാന്ന് ചോദിച്ചിട്ടും എന്തിയാ നിന്റെ മൂത്ത് കൊഴിഞ്ഞു വീഴുവോ? അമ്മായി ആ എവിടെ പോയി പണ്ടാരടങ്ങി ആർക്കറിയാം. എപ്പോഴാ ജോലി? നൈറ്റാ? ആ എനിക്കറിയോ. വന്നാ വന്നു പോയാ പോയി. ബാക്കിയുള്ളവരെ കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കണം. ഞാൻ അമ്മായിയെ കുറ്റം പറയൂ? നല്ല ചീത്ത പറയണം. നല്ല കാര്യായി. കുറ്റം എന്റെ തന്നെയാ. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ. ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ. തള്ളയെന്നല്ലാണ്ട് വിളിക്കില്ല. അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത്
പാറുട്ടീന്ന് തികച്ചു വിളിച്ചിട്ടില്ല, അറിയോ? അതിന്റെ സ്വഭാവം അങ്ങനെയാന്ന് അറിയില്ലേ? അതിന്റെ സ്വഭാവം ഒന്നും നീ എന്നോട് പറയണ്ട. ഞാൻ അമ്മായിക്ക് ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പുകല കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം. അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു സാധനം. ഒരു വട്ടം കൂടി ഉണ്ട്. പരിപ്പോടാ. മോളൊരെണ്ണം തിന്നോ. എനിക്ക് വേണ്ട. ഞാൻ അടിച്ചു തരാം. നിന്റെ അച്ഛൻ വരാറുണ്ടോടി? 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കില്ലല്ലോ. വന്നാ കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു. 4 കാലില് പച്ച വെള്ളം കൊടുത്തില്ല. ആശ്രീകരം. ഇപ്പൊ ആ നാടകക്കാരൻ മുഖത്തൊട്ട് ആട്ടുക. അനുഭവിക്കട്ടെ. എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള. പൂവമ്പളത്തിന്റെ നിറ. ആ നിറമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല. നാത്തൂനായിട്ടല്ല ഞങ്ങള് ജീവിച്ചേ. നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേ? കുറേശ്ശെ. അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു. നാത്തൂനെ, ഇനി ഞാൻ ജീവിക്കില്ല. കേട്ട പാടെ ഞാൻ തെറി പറഞ്ഞു. എന്ത് പോഴത്തരാണ്ടി നീ പറയണേ? ഒന്നുമില്ലെങ്കിൽ 5-6 വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ലേ, അവളെ വളർത്തണ്ടേടി. ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ. പിറ്റേന്ന് റെയിലാരോ തല വെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ചെന്നു നോക്കിയപ്പോ പെറുക്കി കൂട്ടിയിരിക്കുന്നു. ദേവനെ, കാല് വേറെ, കൈ വേറെ, തല വേറെ, പണ്ടവും കൊടലും. എത്രത്തെ പ്രാവശ്യം ഞാനത് കേൾക്കണേ? ഇല്ല ഇല്ല, എന്റെ പൊന്നുമോടെ കരയല്ലേ. അതിന് നിനക്കെന്താ ഒരു കുഴപ്പം? ദിവാകരനില്ലേ, അമ്മായില്ലേ? സാരല്ല, ഇനി അമ്മായി ഒരിക്കലും പറയില്ല. എന്റെ അമ്മ രക്ഷപ്പെട്ടു. ദിവാരേട്ടനെ കണ്ടില്ല, എന്നാലും അമ്മ സമ്മതിച്ചു. അത് മതി. ഇനിയിപ്പൊ അങ്ങനെ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കാലോ. ആ തള്ളയെ ഞാൻ എങ്ങനെ വിറ്റെന്നറിയോ? 200 ഗ്രാം പുകയിലും 5 പരിപ്പ് വടയും. ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. അവിടെ മുതൽ ഓടിയായിരുന്നു. അനിൽ എതൊക്കെ പോയല്ലോ. പോയെന്നോ? ഏയ്, എന്നെ പറ്റിക്കാൻ. 4 മണിക്ക് പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ ആയിട്ടില്ല. എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല. എനിക്കിഷ്ടമില്ല. നിക്ക്, പറയട്ടെ. അയ്യോ, അവൾക്ക് നല്ല വിഷമായി. പാവം. ഓ, അതുകൊണ്ടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്. പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ. അത് ശരിയാ. എന്താ അതിന്റെ ഒരു നെകളിപ്പ്? നിലത്തൊന്നും അല്ല. വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തുക. എന്തേ? അവളെ ഒരു വേലക്കാരത്തിയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ. 8 വയസ്സില് എന്റെ അടുത്ത് വന്നാ. ഞാൻ 2 പ്രസവിച്ചെന്നേ ഉള്ളൂ. എന്റെ 2 മക്കളെയും വളർത്തി വലുതാക്കിയത് ഞാനല്ല, അവളാ. അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരത്തിയായിട്ട് കാണുക? ഇവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ. നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പ്രാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ എത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ? രാധയെന്നും പറഞ്ഞ് മയക്കരം കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തലയോ? ഓഹോ, ലത. അത് പോട്ടെ, നീ വാ, നമുക്ക് ഊണ് കഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ? എനിക്കൊന്നും കാണണ്ട. അതിനുള്ള തലവരൊന്നുമില്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട. ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാ കാണിക്കാം. ഏയ്, നല്ല സാധനം. എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. എനിക്കൊന്ന് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാജ വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ചെക്കൻ ഇവിടെ ഊണ് കഴിക്കണില്ല. വെള്ളോടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി എനിക്ക്. മനുഷ്യന് ഒരു സ്വൈര്യം തരില്ല വെച്ചാ. എന്താ മോളെ, ഇങ്ങോട്ട് പോയാല്, ഇങ്ങോട്ട് പോയാൽ
ഇങ്ങോട്ട് കേറി നിൽക്കണ് കാണാണ്ട് പോവാ നീ അച്ഛനെ അല്ലേ? ഇത്തിരി നേരത്തെ പോരായിരുന്നില്ലേ? പുലർച്ചെ 5 മണിക്ക്. പറ്റില്ല, കിടന്നു പോയി. ഒരു 1-ാം തീയതി എല്ലാരും കണി കാണിക്കാൻ കള്ളം കുടിച്ചിങ്ങനെ വന്ന് നിൽക്കണോ? പിന്നെ എപ്പോഴെങ്കിലും വന്ന് വാങ്ങി പണ്ടരടിക്ക് പോരെ. അച്ഛൻ്റെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല പിന്നെ കിടന്ന് ഡാൻസ് കളിക്കണോ? അതെ, ഇന്നലെ ഇത്തിരി കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു. ആര്? അമ്മേ? ദേ എന്റെ വോയിലിരിക്കണ കേക്കണ്ട. ഒരമ്മ. നിക്കടി, എന്തായാലും നിനക്കൊരു കുറവ്. എന്താ സ്ഥിതി? അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. അവളൊരു വർത്തമാനം കേട്ടില്ലേ തമ്പ്രാട്ടി? ഞാൻ തബ്രാറ്റൊന്നുമല്ല. വെടക്ക് ചില്ലുവിളി പഠിച്ചിട്ടില്ല. ദാമോദരനെ വർത്തിച്ചുണ്ടല്ലോ, വിളിച്ച വിളിപ്പുറത്ത് വരും. അത് വേറെ കാര്യം. ശരി ശരി, ഇതും കൊണ്ട് പോ. പിന്നെ വീട്ടുപടിക്ക് വേറെ ആളെ നോക്കിയേക്കണം. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എങ്ങട്? എനിക്ക് ഇഷ്ടമാർന്നെങ്കിൽ. അതെ, അവൾക്കൊരു ഭാഗ്യമുള്ളതാ, അത് ഞാൻ നശിപ്പിക്കില്ല. ഓ, നല്ല ഭാവി. ദിവാകരനോട് പറഞ്ഞാ മതി. ദിവാകരനാ അവളെ എന്റെ അടുത്ത് ആക്കിയത്. അവനാണ് എന്റെ മോളെ ഭാവിയെ പറ്റാൻ ധരിക്കാൻ. മനുഷ്യ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കും. ദാമോദരനെ ഒരു തമ്പുരാക്കന്മാര് പേടില്ല. ദാ സംസാരിക്ക്. വരുന്നുണ്ട് ദിവാകരൻ. എന്റെ അമ്മോ, എന്ത് പട്ടി കിട്ടവനോട്. നീ എന്റെ സൈക്കിളിന്റെ കാറ്റടിച്ചു കളയും അല്ലേ? നീ ലോക്ക് ചെയ്തുണ്ടോ അല്ലേ? എന്റെ അടുത്തേക്ക് വന്ന ഇനി എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാ 10 എടുത്തുകൊണ്ട് നിന്നെ കസിക്കുന്ന നായിന്റെ എന്ത് തെമ്മാരതായി കാണുന്നേ? പെൺകുട്ടികളെ ഇടപെടലിട്ടോ. അതിനെ താൻ കാര്യമായി തോന്നിയാസം പറയരുത്. ഞാൻ കണ്ടോ? താൻ എന്തു പറയണ്ടേ? നീ ഉരുളൊന്നും വേണ്ട, ഞാൻ കണ്ടു. കണ്ടെങ്കിൽ നന്നായി. താൻ പറയന്ന് കാലത്ത് തന്നെ ഇറങ്ങും കാലങ്ങട കൊണ്ട് കാലൻ. കരയണ്ട മോളെ, ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം. മാനം പോയില്ലല്ലോ. ചെത്തുന്നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ രാമകരാട്ടനായതുകൊണ്ടാ. മോനെ മോനെ, ഒരു തുള്ളി കൂടി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല. എന്താണ് ഷാപ്പിൽ ചെന്നിട്ട് നിന്റെ ഒരു കുപ്പിന് എനിക്ക് മേടിച്ചു? അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട്ട് പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തിട്ട് അധികം എടാ പോരാ. നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അവളെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നത്. അല്ല, ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരഗതി ഇല്ലാതെ കണ്ട് കണ്ണേ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂത്ത ഗാംഗുവേന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ? അതിന് ദാമോദരൻ അത്രയും കെട്ടിയിരിക്കണം. പോകാൻ പറയണ അവനോട്. മോനോ ഒറ്റ ചവിട്ട തന്റെ എല്ലി ഓടിച്ചേനെ. പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ല പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ 2 കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കേ. അതേ പറയുന്നു. കത്തി കൂട്ടിലതാ, അത് തെങ്ങി എത്താനുള്ളതാ, ഐശ്വര്യമുള്ളതാ. നിനക്കെന്റെ പെണ്ണിനെ വേണം ആ പന്നി. മേലാലെന്റെ പെണ്ണ് പോണ വഴിയുടെ 7 അയലത്തിൽ നീ വന്ന മൂക്കേനരിയും നായിന്റെ മോനെ. ഇല്ല ദിവാര, ഈ കത്തി പെൺപിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. ഇല്ല, നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കിൽ ഇതിന് ബദല് ചെയ്.
ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ല അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നത്? ചായ തണുക്കും. മധുരയിട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട. പഴം അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കയറ്റണേ? ശമ്പളം കിട്ടി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ട. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മായിയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറിയ വിവരം അറിയുന്നേ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുതരം പാട്ടും. നിന്നെ കാണുമ്പോൾ മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊഴയാനും ഇഴിച്ചു കാട്ടാൻ നിൽക്കണ്ടാവും. ആരളിച്ചു കാട്ടി? നീ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം. മര്യാദയ്ക്കൊക്കെ ജീവിച്ചു. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് കയറുന്ന പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആഹാ ദിവാര, ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണണമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരൂ? കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ പറയാ? കാശ് അധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് 2 പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം. അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്. ആഹാ കലക്കല്ലോടി. ഉവ്വ നിറങ്ങണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയിക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ? ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിത്തീട്ടോ? ഏയ് അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ആ ഇതെന്താ ഇത്? ഉപ്പുമില്ല, ഒടുക്കത്തൊരു മുളകും. നിനക്ക് ഹോട്ടലിൽ തെറ്റിയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ തള്ള. ഇതില് അരിയിലെ കല്ല് കളഞ്ഞ് വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചിരുന്നു ഞാൻ. വേറെ വെച്ച് വൈകിട്ട് പോടാ. കണ്ണും കൊണ്ടുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് കുറ്റാ. പൂർത്തം കെട്ട് ഇവന്റെ ഇടയിൽ നിന്ന് പോയി കിട്ടിയ മതിയായിരുന്നു എമ്പോക്കി. നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്ക്. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയെ കോലത്ത് വാങ്ങിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണ അവളെ കിടത്തി പൊറപ്പിക്കോ തള്ള. എടാ ചമ്പമാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവർക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണം. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയില്ലേ? ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര് ഇവിടെ നിരുതല്ലേ? എനിക്കിപ്പോ മനസ്സില്ല. നന്ദിയില്ലാത്ത പാറ്റയുടെ മോൻ. തള്ളേ തള്ളേ. അമ്മേ, ഇത്ര പെട്ടെന്ന് തുടങ്ങി? അമ്മേ എന്താ? ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ. എണീറ്റേ. വിടടാ, ഞാൻ ചീത്തയാ. എന്നെ തുടർന്ന പോടാ.
എന്നെ തുറന്നാന്ന് പറഞ്ഞില്ലേ? തൊട്ട ഉരുവൊന്നും നോക്കട്ടെ. വിട് തന്നെ, വിട്. എന്റെ അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന നീ പറയണ കേട്ട് കേട്ട് അവക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ. ആ കുട്ടി മടിയിലിട്ട് മുല കൊടുക്കേണ്ട പ്രായല്ലേ? ചൊണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പോ 2 പെറ്റേനെ. ഈ അമ്മയുടെ ഒരു വർത്താനം.